ഇന്ന് വിൻഷേട്ടൻ കുളത്ത് പോയി കുളി കഴിഞ്ഞ് വരുമ്പോണ്ടല്ലോ ചെറുതായിട്ടൊക്കെ അതേ നേരം വെളുത്തിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടാ. സംഭവം എന്താന്ന് വെച്ചാൽ കുളത്തിലായോണ്ട് നല്ല രസമല്ലേ കുളിക്കാൻ, അതുകൊണ്ടാ തോന്നുന്നേ കുറെ നേരം നിന്ന് കുളിച്ചിട്ടേ വരണു തോന്നുന്നു. ഞാൻ പിന്നെ ഫുഡിന്റെ പരിപാടികൾ തുടങ്ങിയിട്ട് അരിയാളതൊക്കെ അരിഞ്ഞു ഇന്നലെ ഒന്നും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ ഉപ്മാവാട്ടം ഉണ്ടാക്കിയത് നമ്മുടെ സേമിയ ഉപ്മാവ്, അതാകുമ്പോൾ എളുപ്പപ്പണിയല്ലോ. അതുകൊണ്ട് പിന്നെ കാബേജ് ഉപ്പേരി ആയിട്ട് ഉണ്ടാക്കണത്. പിന്നെ ഈ ചോപ്പറുള്ള കാരണം ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അരിഞ്ഞെടുക്കാൻ എനിക്ക് ഭയങ്കര സിമ്പിളാട്ടെ. കാബേജ് ആയിക്കോട്ടെ, ബീട്രൂട്ട് ആയിക്കോട്ടെ, ക്യാരറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ ഞാൻ സിമ്പിളായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു ടൈമിൽ ഞങ്ങൾക്ക് എപ്പോഴും കാബേജ് ഉപ്പേരി വെക്കലായിരുന്നു കേട്ടോ. ഒരു പ്രത്യേകത ഇഷ്ടമായിരുന്നു അതിനോട്. പിന്നെ അതങ്ങോട്ട് കഴിച്ച് മടുത്തു എന്ന് പറയില്ലേ, ആ ലെവലിലെത്തിയപ്പോൾ പിന്നെ ആ സാധനം വാങ്ങലേ മാറ്റിയിട്ടാ. പിന്നെ ബീട്രൂട്ടും ക്യാരറ്റും അങ്ങനത്തെ ഇട്ട വാങ്ങല്. ഇപ്പൊ വീണ്ടും കാബേജിനോട് ഒരു ഇഷ്ടം തുടങ്ങിയപ്പോൾ നമ്മളിത് വീണ്ടും വെച്ചുവിട്ടു. അപ്പൊ തേങ്ങയൊക്കെ ചിരകിയിട്ടിട്ടായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ തേജുവിന് കൊടുത്താക്കി അതേ പൊട്ടാറ്റോ ഫ്രൈയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ. പിന്നെ പരന്ന് വരുന്ന പാത്രങ്ങളൊക്കെ പിന്നെ കൈയോടെ ഇപ്പൊ കഴുകിയാലല്ലേ എനിക്കൊരു സമാധാനം ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു വിധമൊക്കെ ഇങ്ങനെ കഴുകി വെക്കുന്നുണ്ട്. പിന്നെ വിൻഷേട്ടൻ വന്നിട്ട് വെള്ളടിങ്ങുന്ന അമ്പലത്തിൽ പോയിട്ടുണ്ട് കേട്ടോ. അവിടെ വായന തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ രാവിലെ അവിടെ പോയി തൊഴുതിട്ട് വന്നു. പിന്നെ നമ്മുടെ തേജുവും കൂടി എണിച്ചു കേട്ടോ. അപ്പൊ അവന് ഞാൻ ഇതേ കഞ്ഞിയും കാബേജ് ഉപ്പേരി ആട്ടോ കൊടുക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇന്നലെ തന്നെ നമുക്ക് കഫക്കെട്ടുള്ള കാരണം ക്ലാസ് പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഇത് ചെറിയൊരു മടി നല്ല രീതിക്ക് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടാ. ചിരിച്ചിട്ടാ കരയണ്. പോണം. കരച്ചിലൊക്കെ ഒന്ന് ശരിക്കും അങ്ങോട്ട് വരട്ടെ. ഇത് ചിരിയാ വരണതേ. പിന്നെ ഇല്ല, ശരിക്കൊന്ന് കറി കാണട്ടെ. കറി ശരിക്കും കറിഞ്ഞ വിടില്ല. കരച്ചിൽ കൊണ്ട് പോട്ടെ. അത് ചിരിയായിപ്പോയി. ശരിക്കും അങ്ങോട്ട് വരണില്ലേ കരച്ചില്. പക്ഷെ ചിരിയാണേ, നമുക്ക് കാണുമ്പോ ചിരിക്കണ പോലെയാ. ഇതും അതെ, വലിയത് അങ്ങോട്ട് ആവണില്ല. ഒരിടവും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ കേട്ടോ അവസാനം അതേ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങിയേക്കണത്. ഇത്രയും വലിയ നിഷ്കളങ്കതയുള്ള ഭാവം ഉണ്ടല്ലോ അവൻ്റെ മുഖത്ത് ഞാൻ ഇപ്പം അടുത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ കുട്ടി പോയപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് പാവം തോന്നിയിട്ടാ. പിന്നെ ഞാൻ വേഗം ചായ കുടിക്കാൻ നോക്കി. ഹോളിൽ ഇരുന്നിട്ടാട്ടോ, സോഫയിൽ ഇരുന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. സിനിമ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്വപ്നക്കൂടി ഫിലിമില്ലേ, അതാട്ട വെച്ചേക്കണത്. പിന്നെ കുറച്ച് പേര് എൻ്റെ ഡ്രൈവിംഗ് ക്ലാസ് എന്തായെന്ന് ചോദിച്ചു. എനിക്കിനി H ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാട്ടാ. അപ്പോൾ അതിനി ആഴ്ചയിൽ 2 ദിവസമേ ഉള്ളൂ. അപ്ലൈ പോകണ്ടു കേട്ടോ. ഈ വീഡിയോ എത്രയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.